നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാക്കിർ ഹുസൈന് വിട. ലോകപ്രശസ്തനായ തബല വിദ്വാൻ ഉസ്താദ് സാക്കിർ ഹുസൈന് വിട ചൊല്ലി ലോകം. അരനൂറ്റാണ്ടിലേറെ ലോക സംഗീതത്തിൽ നിറഞ്ഞു നിന്ന താളവിസ്മയമാണ് വിടവാങ്ങിയിരിക്കുന്നത്. ഹൃദയ സംബന്ധമായ രോഗം കാരണം ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു ചികിത്സയിലായിരുന്നത്. 73 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം കുടുംബാംഗങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. സക്കീർ ഹുസൈൻ ICUവിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ എല്ലാവരും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കണമെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലാണ് എന്നതടക്കമുള്ള ഒരു ആവശ്യം കുടുംബാംഗങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. സക്കീർ ഹുസൈൻ അന്തരിച്ചതായി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ഉൾപ്പെടെ ട്വീറ്റ് ചെയ്തിരുന്നു. പക്ഷേ കുടുംബം ഇത് നിഷേധിച്ച് രംഗത്ത് വരികയായിരുന്നു. മരണവാർത്ത തെറ്റാണ് എന്ന് സക്കീർ ഹുസൈന്റെ കുടുംബം പറഞ്ഞു. അദ്ദേഹം ജീവനോടെയുണ്ട്, അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കണം എന്നതടക്കമുള്ള അഭ്യർത്ഥന അവർ രാത്രി നടത്തി. തുടർന്ന് വാർത്താ വിതരണ മന്ത്രാലയവും കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള നേതാക്കളും മാധ്യമങ്ങളും ഈ വാർത്ത പിൻവലിക്കുകയും ചെയ്തു. പിന്നെ രാവിലെയോടെയാണ് കുടുംബാംഗങ്ങൾ മരണം സ്ഥിരീകരിച്ചത്. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയോടെയാണ് സക്കീർ ഹുസൈന്റെ മരണം കുടുംബം സ്ഥിരീകരിച്ചത്. ഹൃദയത്തെയും ശ്വാസകോശത്തെയും ബാധിച്ച ഗുരുതര രോഗം കാരണമാണ് സക്കീർ ഹുസൈനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്തായാലും ഈ ആരാധകരെ തേടി വലിയൊരു വിഷമകരമായ വാർത്തയാണ് വന്നിരിക്കുന്നത്. തബലയെ ലോകപ്രശസ്തിയിലേക്ക് ഉയർത്തിയ വ്യക്തികളിൽ ഒരാളാണ് ഉസ്താദ് സക്കീർ ഹുസൈൻ. സംഗീത ലോകത്തിലേക്ക് കൈപിടിച്ചത് പിതാവ് ഉസ്താദ് അല്ലാ രഗ ആയിരുന്നു. കേരളത്തോടും ഇവിടുത്തെ താളവാദ്യങ്ങളോടും വലിയ രീതിയിലുള്ള ഒരു മമത പുലർത്തിയിരുന്നു അദ്ദേഹം. പലതവണ അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. 2017 പെരുവനത്തെത്തിയ സക്കീർ ഹുസൈനെ ഗ്രാമം ആവേശത്തോടെ സ്വീകരിച്ചിരുന്നു. അന്ന് പെരുവനം കുട്ടന്മാരാർ, മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നിവർക്കൊപ്പം അദ്ദേഹം വേദി പങ്കിട്ടു. 1951 മുംബൈയിലാണ് സക്കീർ ഹുസൈൻ ജനിച്ചത്. 12-ാം വയസ്സു മുതൽ കച്ചേരികൾ അവതരിപ്പിച്ചു തുടങ്ങി. ഐതിഹാസിക പോപ്പ് ബാൻഡ് ദ ബീറ്റിൽസ് ഉൾപ്പെടെ നിരവധി പാശ്ചാത്യ സംഗീതജ്ഞരുമായി അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട്. 1999 അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ എൻഡോമെന്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് സ്വന്തമാക്കി. അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ചു. കഴിഞ്ഞ ഗ്രാമി പുരസ്കാര വേദിയിലും സക്കീർ ഹുസൈൻ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെന്റൽ ആൽബം, മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളാണ് പുരസ്കാരം നേടിയത്. മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിലെ പഠനം പൂർത്തിയാക്കിയ സക്കീർ ഹുസൈൻ 1970 US സിതാർ മാന്ത്രികൻ രവി ശങ്കറിനൊപ്പം 18-ാം വയസ്സിൽ കച്ചേരി അവതരിപ്പിച്ചു. വാഷിംഗ്ടൺ സർവകലാശാലയിൽ എത്നോ മ്യൂസിക്കോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകുമ്പോൾ പ്രായം 19. പിന്നെ അങ്ങോട്ട് സംഗീത ലോകത്ത് കീഴടക്കിയുള്ള യാത്രയായിരുന്നു അദ്ദേഹം നയിച്ചത്. 1999 അന്നത്തെ US പ്രഥമ വനിത ഹിലരി ക്ലിന്റൺ US സെനറ്റിൽ വെച്ച് സമ്മാനിച്ച നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് പുരസ്കാരം, സാൻ ഫ്രാൻസിസ്കോ ജാസ് സെന്റർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം, പ്രിൻസ്റ്റൺ സർവകലാശാല ഓൾഡ് ഡോമിനോ ഫെലോ അംഗീകാരം, ബെർക്ക്ലി കോളേജ് ഓഫ് മ്യൂസിക്, ഇന്ദിരാ കലാ സംഗീത സർവകലാശാല, കൈരാഗർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓണററി ഡോക്ടറേറ്റ് എന്നിവയ്ക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.